പ്രിയപ്പെട്ടവരെ, പടച്ചുറപ്പിനെ മറന്നുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് നന്ദികേട് കാണിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയുമോ? എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, എന്റെ പെങ്ങന്മാരോട് പറയുകയാ, പൊന്നുമക്കളെ, ഈ ആഘോഷവും ആർഭാടവും എല്ലാം കഴിയുമ്പോ നിങ്ങളൊക്കെ എന്തും മറന്നു പോയാലും ഖുർആനിലെ ഒരായത്ത് നിങ്ങൾ മറക്കരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ 6600 പരം വരുന്ന ആയത്തുകൾ ഉണ്ടല്ലോ. ആ വിശുദ്ധമായ ഖുർആനില് ഒരായത്ത് നിങ്ങൾ മറക്കല്ലേ. ഏതായത്ത് മറന്നാലും ഈ ആയത്ത് നിങ്ങൾ മറക്കരുത്. ഏതായത്തെന്നറിയുമോ? പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് ഒരു യുദ്ധത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. സ്വഹാബികൾ യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി ഉണ്ടായിരുന്നു. ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ്. ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാണ്. അവളോട് പ്രണയം തോന്നുകയാണ്. അവളോട് മോഹം തോന്നുകയാണ്. പടച്ചവനെ, ആ കാമുകിയായ സുന്ദരിയായ പെണ്ണിനോട് തന്റെ പ്രണയം പറയാ തയ്യാറാകുമ്പോ കൂടെയുണ്ടായിരുന്ന സ്വഹാബത്ത് പറഞ്ഞു, മോനെ പാപമാ, മോനെ പാപമാ. പക്ഷേ ആര് പറഞ്ഞിട്ടും കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ ആ യഹൂദിയായ പെണ്ണിന്റെ ചാരത്ത് ചെന്നു. തന്റെ അഭിലാഷം പറഞ്ഞു, തന്റെ ആഗ്രഹം പറഞ്ഞു. ആ സമയത്ത് യഹൂദിയായ സുന്ദരിയായ പെണ്ണ് പറയുകയാ, നിന്റെ മതം കളഞ്ഞിട്ട് എന്റെ മതത്തിൽ വന്നാ എനിക്ക് സമ്മതമാണ്. ഒരു പെണ്ണിന്റെ ശരീരം കിട്ടാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് വലിച്ചെറിഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ മതത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. സ്വഹാബികൾക്ക് വല്ലാത്ത വിഷമമായി. യുദ്ധം പോലും പരാജയപ്പെട്ടു. യുദ്ധം പോലും പരാജയപ്പെട്ടു. അല്ലാഹുവേ, വർഷങ്ങൾ കഴിഞ്ഞു. ആ യുദ്ധത്തിന് വന്ന ഒരു സ്വഹാബി ആ നാട്ടിലൂടെ പോകുമ്പോ അവിടുന്ന് ചിന്തിച്ചു, അല്ലാ, പണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരു കൂട്ടുകാരൻ മതം മാറി പെണ്ണ് കെട്ടിയവനാണല്ലോ, അവനെയൊന്ന് കാണണമല്ലോ, അവനെയൊന്ന് കാണണമല്ലോ. അവിടുന്ന് കണ്ടുപിടിക്കുകയാണ്. അടുത്ത് ചെന്ന് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അവസാനം പിരിയുമ്പോ അവിടുന്ന് ചോദിച്ചു, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചവനായിരുന്നല്ലോ, നീ ഹാഫിളായിരുന്നല്ലോ, നീ ഹാഫിളായിരുന്നല്ലോ. നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ? ഹാഫിളായ മതം മാറി പെണ്ണ് കെട്ടിയ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിലെ 114 സൂറത്തുകൾ ഹൃദയത്തിൽ ചുമന്നവനല്ലേ, എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എല്ലാം മറന്നുപോയി, എല്ലാം മറന്നുപോയി. ഒരേ ഒരായത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരേ ഒരായത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന വാപ്പയോട് പറയുകയാ, വാപ്പാ, മുടിയെല്ലാം നരച്ചു, പ്രായമായി, വയസ്സായി, ഒരുപാട് രോഗങ്ങൾ വന്നു, എന്നിട്ടും നന്നാകാ മനസ്സില്ലാതെ പടച്ചറപ്പിനെ മറന്നുകൊണ്ട് നടക്കുന്ന വാപ്പാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്ന ഉമ്മ, എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട് പറയുകയാണ്, അല്ലാഹു തന്ന ജീവിതം അടിച്ചു പൊളിക്കാനാണ്. മരണവും ഖബറും നരകവും പരലോകമെല്ലാം മരണശേഷമല്ലേ, ഇതൊക്കെ വെറുതെയല്ലേ. ഇവിടെ അടിച്ചു പൊളിക്കണമെന്ന് പറഞ്ഞ് അല്ലാഹുവിനെ മറന്നു നടക്കുന്നവരോട് പറയുകയാ, എന്ത് വേണമെങ്കിലും ചെയ്തോ, കള്ള് കുടിക്കണോ കുടിച്ചോ, വ്യഭിചരിക്കണോ വ്യഭിചരിച്ചോ, പലിശ തിന്നണോ പലിശ തിന്നോ, ആർഭാടത്തോടു കൂടി ജീവിക്കണോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ. പക്ഷേ ആയത്ത് മറക്കല്ലേ. ഹൃദയത്തിൽ എഴുതി വെച്ചോ, ഹൃദയത്തിൽ എഴുതി വെച്ചോ. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്.
ഇതല്ലാഹു പറയുകയാ, ഇതല്ലാഹു പറയുകയാ. ഇത് ഭീഷണിയാടാ ചെറുപ്പക്കാരാ, ഇതൊരു താക്കീതാണ് വാപ്പാ. അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, വത്തഖൂ യൗമന തുർജഊന ഫീഹി അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. നീയൊക്കെ എവിടെ പോയാൽ, എങ്ങനെയൊക്കെ നടന്നാൽ, എങ്ങനെയൊക്കെ ജീവിച്ചാൽ, അല്ലാഹു പറയുകയാണ് അവസാനം നീ എന്റെ മുന്നിൽ വരുമല്ലോ. നമ്മൾ പറയുമല്ലോ ഓന്തോടിയാൽ എവിടെ വരെ ഓടും, ഓന്തോടിയാൽ എവിടെ വരെ പോകും, എത്ര വേണമെങ്കിലും നടന്നോ, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ. പക്ഷേ ഓർത്തു വെച്ചോ, ഈ ലോകം മുഴുവന് വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ എന്റെയും നിന്റെയും പടച്ച റബ്ബ് പറയുകയാ, വരുമടാ സിറാജേ, എന്റെ മുന്നിൽ തന്നെ നീ അവസാനം വരുമടാ. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, നീയൊക്കെ എങ്ങനെയൊക്കെ നടന്നാലും അവസാനം നീയൊക്കെ എന്റെ മുന്നിൽ വരുമല്ലോ. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂ. ഞാൻ നിനക്ക് കാണിച്ചു തരാ, ഞാൻ നിനക്ക് കാണിച്ചു തരാ, ഞാൻ ആരാണെന്ന് നിനക്കൊക്കെ ഞാൻ കാണിച്ചു തരാ. നിനക്കൊക്കെ വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അവഗണിച്ച് നടക്കുന്ന മുസ്ലിമേ, അല്ലാഹു പറയുകയാ, ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂ. അല്ലാഹു നിനക്ക് വേണ്ടി ഭയാനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിനക്ക് വേണ്ടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വാ കാണിച്ചു തരാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഓന്തോടി എവിടെ വരെ ഓടും, ഓന്തോടിയ ഒരു പരിധിയില്ലേ, ഓടി ഓടി നിൽക്കും. ഇതുപോലെ അല്ലാഹു പറയാ, നീയൊക്കെ എവിടെ പോയാലും എന്റെ മുന്നിൽ തന്നെ വരും, ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു സജദ, സൂറത്തുർ റഹ്മാൻ, സൂറത്തു യാസീൻ. മഗ്രിബ് കഴിഞ്ഞ ഇശാ വരെ വാഖിയ ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാകില്ല. സൂറത്തു റഹ്മാൻ പാരായണം ചെയ്താൽ റഹ്മത്തിന്റെ മലക്ക് ഇറങ്ങി വരും. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ 6 അടി മണ്ണിനകത്ത് രക്ഷപ്പെടും. സൂറത്തു സജദ പാരായണം ചെയ്താൽ ഉംറ ചെയ്ത പ്രതിഫലമുണ്ട്. സൂറത്തു യാസീൻ ഓതിയാൽ എന്തിനു വേണ്ടി ഓതിയോ അത് നിനക്ക് റബ്ബ് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ 5 സൂറത്തുകൾ മഗ്രിബ് കഴിഞ്ഞാൽ ഇശാ വരെ. ഇന്ന് TV കണ്ടുകൊണ്ടിരിക്കുക, സീരിയലാ ഏടാ ഖുർആൻ ഓതുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അൽഹംദുലില്ലാ ഇന്ന് വരെ ചെയ്തതൊക്കെ പോകട്ടെ. അല്ലാഹു നമുക്ക് പുറത്തുതരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് പുറത്തുതരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഖുർആനിനെ സ്നേഹിക്കുവോ, സ്നേഹിക്കുവോ? ഇൻഷാ അല്ലാഹ് പറഞ്ഞേ, ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയം ഉറക്ക ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് പറഞ്ഞേ, ഇൻഷാ അല്ലാഹ്. അപ്പൊ രക്ഷപ്പെടാൻ ഞാൻ നിർത്തുകയാ, ഒരു വഴി പറഞ്ഞു തരാം. രക്ഷപ്പെടണോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗ്ഗം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ച സ്വർഗ്ഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, മൂന്നാമത്തെ ആയത്ത് ഏതെന്നറിയുമോ? അല്ലാഹു പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ അവഗണിക്കുന്ന മനുഷ്യ, അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا ونسيتها وكذلك اليوم تنسى. അല്ലാഹു പറയുന്നു,
പറയുന്ന മൂന്നാമത്തെ ശിക്ഷ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അവഗണിക്കുന്നവന്, പരിഗണിക്കാത്തവന് അള്ളാഹു കൊടുക്കുന്ന മൂന്നാമത്തെ ശിക്ഷ. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മജ്ലിസിൽ ഇരിക്കുന്നതിൽ അധികം പേർക്കും പറയാനൊന്നേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, പഴയതുപോലെ എല്ലാവരുടെ കയ്യിലും കാശൊക്കെ ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ എന്തെങ്ങനെ ഇരിക്കണം? പള്ളിപ്പറമ്പിൽ ഉണ്ടോ? ആരോട് ചോദിച്ചാലും പറയുന്നത് ഉസ്താദേ കച്ചവടമില്ല, പ്രയാസമാ, ദുഃഖമാ, ദുരിതമാ, വലിയ ബുദ്ധിമുട്ടാ, കൊറോണ വന്നതോടുകൂടി സർവ്വതും പോയി ഉസ്താദേ. ഏകദേശമുള്ള എല്ലാവരോട് ചോദിക്കുമ്പോഴും എല്ലാരും പറയുന്നത് പടച്ചവനെ സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി തകർന്നിരിക്കുക. എല്ലാരും ഇരിക്കണ പെണ്ണുങ്ങള്, പടച്ചവനെ അല്ലാഹ് ഈ വഅദിന്റെ മജ്ലിസിൽ ലാസ്റ്റ് ദിവസമാണല്ലോ, ഹാഫിളീങ്ങളൊക്കെ ഉള്ളതാണല്ലോ, ഈ മജ്ലിസിൽ പോയി ഇരുന്നിട്ട് ആമീൻ പറഞ്ഞ രക്ഷപ്പെടുമെന്ന് കരുതിയിട്ടാ പലതും വന്നിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സമാധാനമില്ലടോ. ഇന്ന് ലോകത്ത് കിട്ടാത്ത അമൂല്യമായ ഒരു നിധിയാണ് സമാധാനം. സമാധാനം എന്ന് പറയുന്നത് പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമല്ല, അത് അല്ലാഹ് കൊടുക്കുന്ന ഒരു നിഅമത്താണ്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സമാധാനം നമുക്ക് എന്താ? ഈ സമാധാനം കിട്ടാനുള്ള വഴി എന്താ? ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, റബീഉൽ മാസമാ, സലാത്ത് പറഞ്ഞാൽ സമാധാനം കിട്ടുമെന്ന് ആര് പറയുന്നു? നബി തങ്ങളുടെ പേര് പറയുമ്പോൾ വെടികൊണ്ടതുപോലെ ഇരിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സമാധാനം കിട്ടാനുള്ള വഴി എന്താ? ഖുർആൻ പറഞ്ഞെന്തെന്നറിയോ? സമാധാനം തരുന്ന ചില സാധനങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വീട്. നമ്മുടെ വീട് നമുക്ക് സമാധാനം തരുന്ന ഒരിടം. അല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സക്കന. ഖുർആൻ പറയുന്നുണ്ട്. എടാ, ഊട്ടി പോയാലും കൊടൈക്കനാലിൽ പോയാലും ഗോവയിൽ പോയാലും മൈസൂർ പോയാലും നീ എന്താ പറയണേ? അല്ലാഹുവേ വീട്ടിൽ എത്തിയിരുന്നെങ്കിൽ സമാധാനമായേനെ. എന്താ പറയണേ? വീട്ടിലെത്തിയിരുന്നെങ്കിൽ സമാധാനമായേനെ. പക്ഷെ വീട്ടിൽ സമാധാനം ഉണ്ടോ? ഇങ്ങോട്ട് നോക്കും മനുഷ്യന്മാരെ, വീട്ടിൽ സമാധാനം ഉണ്ടോ? നീ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് ഈ കാരാളി കോണത്തൊരു കൊട്ടാരം പണിതിട്ടുണ്ട്. പടച്ചവനെ, ഈട്ടിയും തേക്കുവാ വീട്ടിലെ ഫർണിച്ചർ മുഴുവനും. 5 സ്റ്റാർ ഹോട്ടൽ പോലും തോറ്റുപോകും. പടച്ചവനെ, നിന്റെ റൂം കണ്ട, ബെഡ്റൂം കണ്ട, അലങ്കാര ലൈറ്റുകൾ, ഗാർഡനുകൾ, പടച്ചവനെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. കിടന്ന ഉറക്കം വരുന്നില്ല. സമാധാനമുണ്ടോ? തിന്ന വയറ് നിറയുന്നുണ്ടോ? മട്ടൻ മന്തിയും മഹദിയും നെഹദിയൊക്കെ വയറ് നിറച്ച് തിന്നുന്നുണ്ട്, നിറയണില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും ഒരു പുതപ്പിന്റെ കീഴിൽ പരസ്പരം ശരീരം ഷെയർ ചെയ്ത് കിടക്കുന്നവർ, മനസ്സ് രണ്ടും വേറെ, സമാധാനമില്ല. മക്കൾ, ഒരു ഉമ്മയുടെ വയറ്റിൽ കിടന്ന മക്കൾ കീരിയും പാമ്പിനെ പോലെ തല്ല. ഉമ്മ ചോദിക്കുന്നു, നിങ്ങൾ 2 എണ്ണം എന്റെ വയറ്റിൽ തന്നെയല്ലേടാ കിടന്ന്? തല്ല മക്കൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുക്കളെ പോലെ നമ്മുടെ വീടിനകത്ത് സമാധാനമില്ല, സന്തോഷമില്ല, എല്ലാം പോയി. നമുക്ക് സമാധാനമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായി നമ്മൾ വളരെ തകർന്നു പോയി. അതിന്റെ കാരണം എന്താ? അല്ലാഹു പറയുകയാ, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻകാ. അല്ലാഹു പറയുകയാ, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. എന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് പരിഗണിക്കാത്ത നിനക്ക് നിന്നെ സുഖിക്കാൻ ഞാൻ വിടത്തില്ല, നിന്നെ ആസ്വദിക്കാൻ ഞാൻ വിടത്തില്ല. അള്ളാഹു നിങ്ങളുടെ ദുനിയാവിലെ ജീവിതം അള്ളാഹു ഇടുക്കമാക്കി കളയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇടുക്കി കളഞ്ഞു പടച്ചവൻ. പഴയതുപോലെ പൈസയില്ല, കച്ചവടമില്ല, സമാധാനമില്ല, ഒന്നുമില്ല. ജീവിതം അള്ളാഹു ഇടുക്കമാക്കി. മെഴുകുതിരി ഉരുകുന്നത് പോലെ ജീവിതം ഇങ്ങനെ ഉരുകുകയാണ്. മെഴുകുതിരി ഉരുകുന്നത് പോലെ ജീവിതം ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, ദുനിയാവിൽ അല്ലാഹു തരുന്ന ശിക്ഷ, ദുനിയാവിലെ ജീവിതം അല്ലാഹു ഇടുക്കമാക്കുകയാണ്. കാരാളി ഗുണത്തുള്ള പെങ്ങളെ, നീ ചോദിക്കുന്നല്ലോ ഉസ്താദേ, എന്നാ സമാധാനമുള്ള ഒരു ജീവിതം? എത്ര കാലമായി ഉസ്താദേ സമാധാനത്തോടു കൂടിയൊന്ന് ഉറങ്ങിയിട്ട്? ഇത് എന്നാണിത് കിട്ടുന്നത്? പലരും പടച്ചവനെ മരിച്ചാ മതിയെന്ന് ചിന്തിക്കുന്നല്ലോ, ഈ ജീവിതം അവസാനിച്ചാ മതിയെന്ന് ആലോചിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷയാ. അള്ളാഹു ദുനിയാവ് ഇടുക്കമാക്കുകയാണ്. അള്ളാഹു ദുനിയാവ് ഇടുക്കമാക്കുകയാണ്. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ദുനിയാവ് മാത്രമല്ല, അതിന്റെ ആഖിറവും
നിന്റെ ആഖിറവും അല്ലാഹു നഷ്ടപ്പെടുത്തുകയാ. നിന്റെ ആഖിറവും നഷ്ടപ്പെടുമല്ലോ. അല്ലാഹു പറയുകയാ, ഖാല റബ്ബി ലിമ ഹസർതനി അമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, കാരാളികോണം പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് നാളെ എഴുന്നേറ്റ് വരുമല്ലോ. എങ്ങനെയൊക്കെ കുളിപ്പിച്ച് കൊണ്ടുപോയി ഖബറടക്കിയാൽ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ചിലരുടെ കണ്ണ് കാണുന്നില്ല, ചിലരുടെ ചെവി കേൾക്കുന്നില്ല. തപ്പിത്തടയുകയാണ്. ആ സമയത്ത് നിങ്ങൾ തന്നെ അല്ലാഹുവോട് ചോദിക്കുകയാ, ഖാല റബ്ബി ലിമ ഹസർതനി അമാ വഖദ് കുന്തു ബസീറാ. പടച്ചവനെ, കണ്ണ് കാണുമായിരുന്നല്ലോ, ചെവി കേൾക്കുമായിരുന്നല്ലോ, ദുനിയാവിലൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇന്ന് എന്തു പറ്റി പടച്ചവന്? ഇന്നെന്റെ കണ്ണ് കാണുന്നില്ലല്ലോ അല്ലാ, എനിക്ക് ചെവി കേൾക്കുന്നില്ലല്ലോ അല്ലാ. ആ സമയത്ത് അല്ലാഹു പറയുകയാ, ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അല്ലാഹു പറയുകയാണ്, നിന്റെ മുന്നിൽ പരിശുദ്ധമായ ഖുർആൻ മുതിയിട്ടു. അതാ അർത്ഥം പറഞ്ഞു തന്നല്ലോ, അതാ സദഖ കൊടുക്കുന്നതിന്റെ മഹത്വം പറഞ്ഞല്ലോ. പള്ളിക്ക് കൊടുക്കൂ, പാവങ്ങൾക്ക് കൊടുക്കൂ, യതീമീങ്ങൾക്ക് കൊടുക്കൂ, രോഗം പിടിച്ച് കിടക്കുന്നവർക്ക് കൊടുക്കൂ, പാവങ്ങളെ സഹായിക്കൂ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കൂ. നീയൊക്കെ കൊടുക്കാറുണ്ടോ? ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട് അർത്ഥവും പറഞ്ഞു തന്ന ചരിത്രം പറയുമ്പോ നീ പറഞ്ഞ ദിവന്മാര് പിരിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്നല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ണ് കാണാത്തവരെ പോലെ നടന്നില്ലേ, ചെവി കേൾക്കാത്തവരെ പോലെ അഭിനയിച്ചില്ലേ. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നിന്നെ ഞാൻ അങ്ങനെയാക്കിയിരിക്കുകയാ. ദുനിയാവിൽ കാണിച്ചതുപോലെ ഇന്ന് നിന്റെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തിരിച്ചെടുത്തിരിക്കുകയാ. ചെവിയുടെ കേൾവി അല്ലാഹു തിരിച്ചെടുത്തിരിക്കുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടു അവഗണിക്കുന്ന മനുഷ്യ, ഖസറ ദുനിയാ വല്ലാഖിറ. നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടപ്പെട്ടു പോവുകയാ. അതുകൊണ്ട് പടച്ചവന് നല്ല കാര്യങ്ങൾ പറയുമ്പോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണമല്ലോ. ഈ നിരന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു ഹദീസ് അറിയാ, സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അറിയാത്തവരാരുമില്ലല്ലോ. പടച്ചവനെ, കണ്ണില്ലാത്തവനും കൈയില്ലാത്തവനും കാലില്ലാത്തവനും സ്വന്തമായൊരു വീടില്ലാത്തവന്, കേറിക്കിടക്കാൻ കൂരയില്ലാത്തവന്, പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഗതിയില്ലാത്തവന് നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടിയപ്പോ മടിയായിരുന്നില്ലേ? സഹായിക്കാതിരുന്നില്ലേ? അവരെ പരിഹസിച്ചില്ലേ? വീടിന്റെ ഗേറ്റ് തുറക്കാതിരുന്നില്ലേ? എന്തേ സഹോദരാ, എന്തുകൊണ്ട് നീ ചിന്തിക്കുന്നില്ല? പാവങ്ങൾക്ക് കൊടുക്കൂ, മദ്രസകൾക്ക് കൊടുക്കൂ, പള്ളികൾക്ക് കൊടുക്കൂ. സദാ പൈസയുടെ കാര്യം പറയുമ്പോൾ, സദഖയുടെ കാര്യം പറയുമ്പോ വല്ലാത്ത മടിയാണല്ലോ. എടോ, പൈസ കൊടുത്താ നേട്ടം നിനക്കല്ലേ, അല്ലാഹിക്കല്ല. നിന്റെ ഒന്നും 5 നയാ പൈസ പടച്ച റബ്ബിന് വേണ്ട. പിന്നെ അതുകൊണ്ടുള്ള നേട്ടം നമുക്ക് തന്നെയല്ലോ. വരാനിരിക്കുന്ന വിപത്തുണ്ടല്ലോ. 2 ദിവസം മുമ്പ് പാലക്കാട് നിന്ന് വരുന്ന അതാ സ്കൂൾ കുട്ടികൾ സഞ്ചരിച്ചിരുന്ന ബസ്സുണ്ടല്ലോ, ട്രാൻസ്പോർട്ട് ബസിന്റെ പുറകിലേക്ക് ചെന്ന് ഇടിച്ചു കയറിയപ്പോ എത്ര പേരാ ഒറ്റയടിക്ക് പോയത്? വീട്ടിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് യാത്ര അയച്ചു വിട്ട അച്ഛനതാ തന്റെ പൊന്നുമകൻ അവിടെ എത്തി എന്ന ഫോൺ കാത്തിരിക്കുമ്പോ അച്ഛന്റെ ഫോണിലേക്ക് കോള് വന്നത് എന്തിനെന്നറിയോ? അതാ
അതാ പൊന്നുമകന്റെ മയ്യത്തെടുക്കാൻ വരുന്നതിന് വേണ്ടിയല്ലോ വണ്ടി ഇടിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്റെ വീട്ടിലേക്ക് ഫോട്ടോ അയച്ചു കൊടുത്ത പൊന്നുമോള് അല്പനേരം കഴിഞ്ഞപ്പോ കോള് വന്നത് മയ്യത്തെടുക്കാ പാലക്കാട്ടേക്ക് ചെല്ലാനല്ലോ. ഒരു നിമിഷം കൊണ്ട് സർവ്വതം തീർന്നു പോയില്ലേ? എത്ര സ്വപ്നങ്ങളാ പൊലിഞ്ഞു പോയത്, എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു, എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു. പടച്ചവനെ, നബിതങ്ങളല്ലേ പറഞ്ഞത് സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. മാരകമായ രോഗങ്ങള് ആരാടോ പറഞ്ഞത് മരുന്നില്ലെന്ന്? ലോകത്തെ എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവർക്ക് രോഗം വന്നാൽ അവര് സദക്ക കൊണ്ട് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം 3 ദുനിയാവും പോകും, ആഖിറവും പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മളുടെ വീടിനകത്ത് സമാധാനമില്ലാത്തത്? നമ്മുടെ വീടിനകത്തുള്ള സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താ? ചിലപ്പോ തോന്നും പടച്ചവനെ കന്നിമൂലയുടെ കുഴപ്പമുണ്ടാകും അല്ലേ? ചിലപ്പം വിചാരിക്കും പടച്ചവനെ കന്നിമൂലയുടെ കുഴപ്പം കൊണ്ടാണോ ഉസ്താദെ, വാതിൽ ഇങ്ങോട്ട് വന്നത് കൊണ്ടാണോ, റൂം അങ്ങോട്ടായത് കൊണ്ടാണോ, അടുക്കള ഇവിടെ വരാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുന്നത്. ഇതൊന്നുമല്ല. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ വീടിനകത്ത് നിന്ന് സന്തോഷവും സമാധാനവും ബർക്കത്തും റഹ്മത്തിന്റെ മലക്കുകളും ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താ? ഒരു ശാപമാ, ഒരു കണ്ണുനീരാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ശാപം കിട്ടിയ രക്ഷപ്പെടുവോ? രക്ഷപ്പെടുവോ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണം? പറ, രക്ഷപ്പെടുവോ? ആരുടെയെങ്കിലും ശാപം കിട്ടിയ രക്ഷപ്പെടുവോ? ഒരാളുടെ കണ്ണുനീര് നിന്റെ വീടിനകത്ത് വീണ രക്ഷപ്പെടുവോ? ഇല്ല. അതാണ് നമ്മുടെ വീടിനകത്ത് ഒരു കണ്ണുനീര് വീഴുന്നുണ്ട്. ആ കണ്ണുനീര് തുടയ്ക്കാതെ വീടിനകത്ത് സമാധാനം കിട്ടൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയുന്നുണ്ട്. 5 കാര്യങ്ങൾ 5 സ്ഥലങ്ങളിൽ ഇരുന്ന് കരയും. ആ കണ്ണുനീര് നമുക്ക് നല്ലതല്ല. 1, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാരാളികോണം പള്ളിക്കകത്ത് നമസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ പള്ളി കരയും. അങ്ങനെ നിസ്കരിക്കാൻ പള്ളിക്കകത്ത് ആളില്ലാതെ വന്നാൽ പള്ളി കരയും. പള്ളി കരഞ്ഞാൽ ഈ നാട്ടുകാരറിയും. അള്ളാഹു കാക്കുമാറാകട്ടെ. കൊറോണ വന്നപ്പോ മനസ്സിലായില്ലേ? കൊറോണ വന്നപ്പോ കിറ്റും കാത്തിരുന്നില്ലേ പലരും? നിസ്കരിക്കാൻ പള്ളിക്ക് ആളില്ലാതെ വരുമ്പോ, നിസ്കരിക്കാൻ പള്ളിക്കകത്ത് ആളില്ലാതെ വന്നാൽ പള്ളി തേങ്ങും. പള്ളി തേങ്ങിയാൽ നമ്മൾ അറിയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 2, ഖുർആൻ കരയും. 2, ഖുർആൻ കരയും. പരിശുദ്ധമായ ഖുർആൻ എല്ലാവരുടെ വീടിനകത്തുമുണ്ട്. ആ വീടിനകത്തുള്ള ഖുർആൻ വീട്ടുകാര് തുറന്നു ഓതാതെ വന്നാൽ ഖുർആൻ കരയും. ഖുർആൻ കരഞ്ഞാൽ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഖുർആൻ കൈകൊണ്ട് തൊട്ടവരൊക്കെ ഒന്ന് കൈവയ്ക്ക്. ഓതിയവരല്ല, തൊട്ടവര്. കഹ്ഫ് ഓതേണ്ട ദിവസം. ഇന്ന് വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യും. പത്രം എടുത്തവരൊക്കെ ഒന്ന് കൈവയ്ക്ക്. എന്ന് വെച്ചാൽ 2 കൈയും മണയും പൊക്കാം. പത്രം വായിച്ചവർ, മൊബൈൽ എടുത്തവർ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊടാൻ പോലും നമുക്ക് മടി. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഖുർആനിന്റെ കണ്ണുനീര് നമ്മുടെ വീടിനകത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുക വീടിനകത്ത് സമാധാനം ഉണ്ടാകുമോ? ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. പല വീടുകളിലും അലമാരിയുടെ അടിയിൽ പൊടിയടിച്ച് കിടക്കുന്നുണ്ട് ഖുർആൻ. ചെലന്തി വല കൂടി വെച്ചിട്ടുണ്ട് അതിനകത്ത്. അതിന്റെ മുകളിലുള്ള പൊടി പോലും ഒന്ന് തുടച്ചു കളയാൻ നമ്മളിൽ പലരും തയ്യാറാകുന്നില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിനൊരു പരിഹാരം ഉണ്ടാകണം. ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് അതിനൊരു പരിഹാരം ഖുർആൻ എടുത്ത് പാരായണം ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂലേ ഇൻഷാ അല്ലാഹ്. ഖുർആനിന്റെ കണ്ണുനീര് തുടയ്ക്കണം. നമ്മുടെ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ വരണം. അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആഴ്ചക്ക് പണ്ട് ഇതുപോലെ പിരിവെടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരു 20 കൊല്ലം മുമ്പ് ആലോചിക്കേ. ഉസ്താദൊക്കെ വർഷങ്ങളായി വഴുതു പറയാൻ തുടങ്ങിയവർ. നിങ്ങൾ ചിന്തിച്ചു നോക്കടോ, പണ്ട് ഇതുപോലെ പള്ളിയുടെ മുമ്പിൽ ലെറ്റർ പേഡും പിടിച്ചിരിക്കുന്നവരെ കാണാറില്ല.
അല്ലെങ്കിൽ ഇതുപോലെയുള്ള പിരിപിട് ഒന്നുമില്ല. പണ്ട് നമ്മുടെയൊക്കെ ഉമ്മ ഈ 2ഉം 3ഉം സഹോദരിമാരൊക്കെ എങ്ങനെ നമ്മുടെ വാപ്പ വിവാഹം കഴിച്ചു കൊടുക്കും. അതുകൊണ്ട് പറഞ്ഞാൽ പണ്ടുള്ളവർ മഗ്രിബ് നമസ്കാരം എത്തിക്കഴിഞ്ഞാൽ മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒരുമിച്ചിരിക്കും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. മഗ്രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരുമിച്ചിരുന്ന് ഈ ദിക്ർ പറയും. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, സൂറത്തു സജദ, സൂറത്തു റഹ്മാൻ, സൂറത്തു യാസീൻ. മഗ്രിബ് കഴിഞ്ഞ ഇശാ വരെ വാഖിഅ ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാകില്ല. സൂറത്തു റഹ്മാൻ പാരായണം ചെയ്താൽ റഹ്മത്തിന്റെ മലക്കിറങ്ങി വരും. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ 6 അടി മണ്ണിനകത്ത് രക്ഷപ്പെടും. സൂറത്തു സജദ പാരായണം ചെയ്താൽ ഉംറ ചെയ്ത പ്രതിഫലമുണ്ട്. സൂറത്തു യാസീൻ ഓതിയാൽ എന്തിനു വേണ്ടി ഓതിയോ അത് നിനക്ക് റബ്ബ് തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ 5 സൂറത്തുകൾ മഗ്രിബ് കഴിഞ്ഞാൽ ഇശാ വരെ. ഇന്ന് TV കണ്ടുകൊണ്ടിരിക്കുക, സീരിയലാ ഏടാ ഖുർആൻ ഓതുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് ഇന്ന് വരെ ചെയ്തതൊക്കെ പോകട്ടെ. അള്ളാഹു നമുക്ക് പുറത്തുതരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് പുറത്തുതരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഖുർആനിനെ സ്നേഹിക്കുവോ? ഇൻഷാ അല്ലാഹ് പറഞ്ഞേ അല്ലാഹുവേ, ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കുന്ന സമയം ഉറക്ക ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് പറഞ്ഞേ അപ്പൊ രക്ഷപ്പെടാൻ ഞാൻ നിർത്തുകയാ. ഒരു വഴി പറഞ്ഞു തരാം. രക്ഷപ്പെടണോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചാൽ അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ച സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്നേഹിക്കോ ഉറക്കെ പറ. ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരട്ടെ. എഴുന്നേറ്റ് ഇത്തിരി ഫ്രണ്ടിലോട്ട് കയറിയിരിക്കും എല്ലാവരും. മഴയൊന്നും പെയ്യുന്നില്ലല്ലോ, കസേര എടുത്തു ഇത്തിരി ഫ്രണ്ടിലോട്ട് കയറി. നീ എല്ലാവരും അടുത്തിരുന്ന്, ഞാൻ നിർത്താൻ പോവാ. 11 മണിയാണ്. എല്ലാവരും ഇങ്ങോട്ട് അടുക്കുക. ഞാൻ അടുത്തോ? ഇൻഷാ അല്ലാഹ് എല്ലാവരും അടുത്തിരിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഫ്രണ്ടിലോട്ട് കയറിക്കോ. ഇൻഷാ അല്ലാഹ് ഒരു സൂറത്ത് ഞാൻ പറഞ്ഞുതരാം. അൽഹംദുലില്ലാഹ് രക്ഷപ്പെടാനുള്ള ഒരു സൂറത്ത് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് വാ. ആ പുറത്തേക്കണ ചങ്ങായിമാരെ, പെണ്ണുങ്ങളൊക്കെ ഇരുന്നു. നിങ്ങൾ ഇതേക്കണ്ട. നിങ്ങൾ സ്വർണ്ണം ഞാൻ ചോദിക്കുമ്പോൾ ഒരു തന്നാൽ മതിയിരുന്നു. എല്ലാവരും കബീർ ഉസ്താദ് പറഞ്ഞത്, ഉസ്താദ് സിറാജ സ്വർണം ചോദിച്ചാൽ മതി, പൈസ ചോദിക്കണ്ടെന്നാ പറഞ്ഞത്. എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നും തിരിച്ചു കൊണ്ടുപോകണ്ട, എല്ലാം ഇങ്ങനെ തന്നേക്കണം. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് ഇവിടെ ഒരു തക്യാവുണ്ട്. ആ തക്യാവ് അൽഹംദുലില്ലാഹ് മനോഹരമാക്കിയിട്ട് താഴെ നിസ്കരിക്കണം. മുകളിൽ കുട്ടികൾക്ക് ഇൽമു പഠിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഊരി തന്നാ മതി. ചോദിക്കുമ്പോൾ തന്നാ മതി. ഇപ്പൊ വേണ്ട കേട്ടോ, റെഡിയാക്കി വെച്ചോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കുറച്ചേരം ഇരിക്കൂലേ? ഇരിക്കുവോ? നിർത്തണോ പറയണോ? എന്നാ കൈവക്കിക്കേ. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടോ. ഞാൻ പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ അൽഹംദുലില്ലാഹ്. പഠിക്കൊന്നും വേണ്ട, പൈസ ഒന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് കബീർ ഉസ്താദ് ഉണ്ടോ? നിങ്ങൾ ഭയക്കണ്ട. അൽഹംദുലില്ലാഹ് അള്ളാഹു അദ്ദേഹത്തിന്റെ നാവിൽ അങ്ങനെ ഒരു അസർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ കൊതിച്ചിരുന്നിട്ടുണ്ട് പ്രശ്നം എങ്ങനെയാണ്. ഞാനൊക്കെ അൽഹംദുലില്ലാഹ് എനിക്ക് ഞാൻ പറയുന്നു, ഈ ഹംദാൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം പടച്ചോനെ എങ്ങനെ അൽഹംദുലില്ലാഹ് അള്ളാഹു അദ്ദേഹത്തിന്റെ ദുനിയാവ് ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തി മാറിക്കൊടുത്തു. ഇത് മതി രക്ഷപ്പെടാൻ. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന്റെ ആയുസ് അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുക. തന്റെ അള്ളാഹു കൊടുത്ത ജീവിതം അതിനുവേണ്ടി അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ അതൊരു ഇസ്സത്താ. അള്ളാഹു സ്ഥാപനത്തെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. കാരാടി കോണത്ത് കാഞ്ഞാറ് കിടക്കുന്നത് എവിടെ? കാരാടി കോണം കിടക്കുന്ന എവിടെ? അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ അൽഹംദുലില്ലാഹ് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് സ്നേഹിക്കോ? സ്നേഹിച്ചാ പോരാ, ഓതണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകളിൽ ഒരു സൂറത്തിനെ സ്നേഹിച്ചാൽ രക്ഷപ്പെടും. ഇൻഷാ അല്ലാഹ് സ്നേഹിക്കൂലേ? ഏത് സൂറത്ത്? എന്റെ പ്രിയമുള്ളവരെ, ആരും വെറുതെ ഓതണ്ട. ഈ പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ ആരും വെറുതെ സ്നേഹിക്കണ്ട. ഈ സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? ഇത് പരിശുദ്ധമായ ഖുർആനാണല്ലോ, അല്ലാഹുവിന്റെ കലാമാണല്ലോ. ആ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താണ്? മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണമെന്നാണല്ലോ. ഷഹാദത്ത്
കലിമ പറഞ്ഞിട്ട് മരിക്കണമെന്നാണല്ലോ. അതിനു വേണ്ടിയല്ലേ നമ്മൾ പരിശ്രമിക്കുന്നത്, അതിനു വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്. പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും അത് തന്നെയാണ് പറഞ്ഞത്. വീട്ടിൽ കിടന്നു മരിച്ചാലും, റോഡിൽ കിടന്നു മരിച്ചാലും, കടലിൽ കിടന്നു മരിച്ചാലും, ഐസുവിനകത്ത് കിടന്നു മരിച്ചാലും, വഅദിന്റെ മജ്ലിസിൽ വെച്ച് മരിച്ചാലും, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കിടന്നു മരിച്ചാലും എങ്ങനെ മരിക്കണമെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ. അതാ തൊണ്ടക്കുടികളുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് ജീവിതത്തിൽ അവസാനമായിട്ട് പറയേണ്ട വാക്കേതെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറയാതെ നിങ്ങൾ മരിക്കരുത്, ഇത് പറയാതെ നിങ്ങൾ മരിക്കരുത്. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല, ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ എളുപ്പമുള്ള കാര്യമായിരുന്നെങ്കിലോ എന്തിനാ മരിക്കാൻ കിടക്കുന്ന വാപ്പാടെ ചാരത്ത് പോയിരുന്നിട്ട് വാപ്പാ പറലാ ഇലാഹ ഇല്ലല്ലാഹ് ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്നത് വാപ്പായിക്ക് അറിയാനിട്ടല്ലോ. പറയല് പാടാടോ, പറയല് പാടാടോ. താടിയും തഴമ്പിലും ഒന്നും കാര്യമില്ല. അല്ലാഹുവിന്റെ ഖലീലായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്താദ്യമായിട്ടൊരു പള്ളി കെട്ടി പരിശുദ്ധമായ കഅബാലയം. ആ കഅബാലയത്തിന്റെ പണി കഴിഞ്ഞപ്പോ അല്ലാഹു പള്ളി കെട്ടുന്നതിനേക്കാളും വലിയ പുണ്യം ലോകത്തില്ലല്ലോ. ആദ്യമായിട്ടൊരു പള്ളി കെട്ടിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ചത് സ്വർഗമായിരുന്നല്ല, അല്ലാഹുവേ സ്വർഗം തരണമെന്നല്ല ചോദിച്ചത്. റബ്ബിനോട് പറഞ്ഞത് എന്തെന്നറിയുമോ? ഇത് നീ സ്വീകരിക്കണേ അല്ലാ. പടച്ച റബ്ബേ, പടച്ച റബ്ബേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ ഖലീലിന് ഉറപ്പില്ലായിരുന്നു, അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു. ചെറുപ്പക്കാരാ, ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുന്ന യൂസുഫ് നബി ചെയ്ത ദുആ എന്തെന്നറിയുമോ? റബ്ബിഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅവീലിൽ അഹാദീസ്. ഈജിപ്തിന്റെ ഭരണാധികാരിയായ യൂസുഫ് നബി പടച്ച റബ്ബിനോട് പറയുന്നു, അധികാരമല്ല, സ്വപ്ന വ്യാഖ്യാനമല്ല, യൂസുഫിന്റെ അഭിലാഷം എന്തെന്നറിയുമോ? യൂസുഫിന് വേണ്ടതെന്തെന്നറിയുമോ? തവഫനി മുസ്ലിമാ, ഈമാനുള്ള മരണം വേണം പടച്ചവന്, എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണം പടച്ചവന്. പ്രവാചകന്മാര് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ, പ്രവാചകന്മാര് മരിക്കാൻ കിടക്കുമ്പോ തന്റെ മക്കളോട് വസിയ്യത്ത് ചെയ്തത് എന്തെന്നറിയുമോ? ഇബ്രാഹിം ബനീഹി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടേ മരിക്കാവൂ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അതിരാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ കിടന്ന് കരയുന്നത് കണ്ടിട്ട് ചാടി എഴുന്നേൽക്കുകയാ. നബി തങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട് ആയിഷ ബീവി എഴുന്നേൽക്കുന്നത്. നബി തങ്ങൾ സുജൂദിലാണ്, നബി തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുകയാണ്, നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്. അടുത്തു ചെന്ന് നോക്കുമ്പോ എന്താണ് പറയുന്നതെന്നറിയോ? യാ മുഖല്ലിബൽ ഖുലൂബ്
ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ് എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, നബിയേ യാ റസൂലല്ലാഹ് ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ. ആയിഷ, ഒരാൾക്ക് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാ അവന്റെ നാവ് പൊങ്ങണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ല ആയിഷ. പടച്ച റബ്ബ് കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ലടോ. അതുകൊണ്ട് വഅദ് കേൾക്കാൻ വന്നവര് കാരാളികോണം പള്ളിയിലെ വെള്ളിയാഴ്ച മയ്യത്ത് കൊണ്ടുവന്നതൊക്കെ ഓർമ്മയുണ്ടോ? പണ്ട് വെള്ളിയാഴ്ചയായപ്പോ പടച്ചവനെ എത്രയോ പേരെ കൊണ്ടുവന്ന് ജുമാ നമസ്കരിക്കാൻ വന്നവരും മുഴുവനും അവിടെ നിന്ന് മയ്യത്ത് നിസ്കരിച്ച് കബറടക്കുമായിരുന്നല്ലോ. ഒന്നും ഒരു വെള്ളിയാഴ്ചയായിരുന്നില്ലേ, കഴിഞ്ഞയും വെള്ളിയാഴ്ച കഴിഞ്ഞില്ലേ. ആരെയാണോ കൊണ്ടുവന്നത് അതുപോലെ ജനാസകൾ കൊണ്ടുവരുന്ന കാലമൊക്കെ മാറിയില്ലേ. നല്ല മരണം കാണാനില്ലല്ലോ. നല്ല മരണം കിട്ടിയവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാമല്ലോ. നല്ല മരണം കിട്ടിയ മനുഷ്യനുണ്ടല്ലോ, അവന്റെ മുഖത്ത് നോക്കിയാ അടയാളം കാണോ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞതല്ല, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നല്ല മരണം വേണ്ടേ? ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുമെന്ന് നിങ്ങൾ നിയ്യത്ത് ചെയ്തില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുമെന്ന് നിങ്ങൾ നിയ്യത്ത് ചെയ്തില്ലേ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈമാനുള്ള മരണമാ. ഈമാനുള്ള മരണമാണ്. ഈമാനുള്ള മരണം. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണ്ടേ വാപ്പാ? പടച്ചറബ്ബേ, അല്ലാഹു നിങ്ങൾക്ക് നല്ല മരണം തരും. അല്ലാഹു നിങ്ങൾക്ക് നല്ല മരണം തരും. രണ്ടാമത്തെ പ്രതിഫലം എന്നറിയോ? മരിച്ചു കിടക്കുന്ന ചിലരുടെ മുഖം കണ്ടാ, ചിലരുടെയൊക്കെ മയ്യത്ത് കാണുമ്പോ തോന്നുമല്ലോ, ആഗ്രഹിച്ചു പോകുമല്ലോ. മരിച്ചാൽ ഇങ്ങനെ മരിക്കണം തമ്പുരാന്. എന്തൊരു പ്രകാശമാ പടച്ചവര്, എന്തൊരു പുഞ്ചിരിയാ പടച്ചവര്. അല്ലാഹുവേ, ചിലരുടെ മയ്യത്ത് കാണുമ്പോ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെയല്ലേ മരിക്കേണ്ടത്, അങ്ങനെയല്ലേ മരിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ? അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാണ്. രണ്ട്, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, നിന്റെ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാ. അതിനുവേണ്ടി പരിശ്രമിക്കുക പെങ്ങള്, അതിനുവേണ്ടി പരിശ്രമിക്കുക പെങ്ങള്. അല്ലാഹുവിന്റെ ഖുർആനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചോ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ധാരാളി ഗുണത്ത് ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ, അലിമീങ്ങളെ സ്നേഹിക്കുന്ന, അലിമീങ്ങളെ സ്നേഹിക്കുന്ന, നല്ല കാര്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരാ. അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? റബ്ബേ, ധാരാളി ഗുണം പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുമല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ, നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ. വീടിന്റെ മുന്നിൽ ടാർപ്പ് വലിച്ചു കെട്ടുമല്ലോ. വീടിന്റെ സൈഡില് എന്നെ എടുത്തുകൊണ്ടുപോയി മറത്തിക്കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്നെ കുളിപ്പിക്കുമല്ലോ. നഖത്തിനിടയിൽ അഴുക്കുകൾ എടുത്തു മാറ്റുകയാണ്, മനോഹരമായി നിന്നെ കുളിപ്പിക്കുകയാണ്. പടച്ചവനെ, നിന്നെ ഉളുവെടുപ്പിക്കുകയാ.
അവിടെന്ന് നല്ലതുപോലെ തുടയ്ക്കുമല്ലോ, നല്ലതുപോലെ വൃത്തിയാക്കുമല്ലോ. എന്നിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ നിന്റെ ജനാസ എടുത്തുകൊണ്ട് 3 കഷ്ടം വെള്ള തുണികളുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കിടത്തുകയാ. എന്നിട്ട് പടച്ചറപ്പേ സുഗന്ധം തേച്ച പഞ്ഞി എടുക്കുകയാ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകെട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. സുഗന്ധം തേച്ച പഞ്ഞിയെടുത്തിട്ട് നിന്റെ മൂക്കിന്റെ ധാരത്ത് വെക്കുകയാണ്. എന്നിട്ട് പറയുകയാ, കാണണ്ടവരൊക്കെ കണ്ടോ ഇതാ പൊതിയാൻ പോവുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, നിന്റെ വീട്ടിൽ വല്ലാത്ത തിരക്കാടാ. നിന്നെ അവസാനമായിട്ടൊന്ന് കാണാറ്, നിന്നെ അവസാനമായിട്ടൊന്ന് കാണാറ്. വല്ലാത്ത തിരക്കാട്. പടച്ചവനെ ആള് കൂടിയപ്പോ നിന്റെ കുടുംബക്കാര് തന്നെ പറഞ്ഞു, കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാറ്. ഇവിടുന്ന് പൊതിയുകയാണ്. കാരാളികോണം പള്ളിയിൽ നിന്ന് മയ്യത്തുകെട്ടിൽ നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നല്ലോ. എടുത്തു വെക്കുമല്ലോ, എടുത്തു വെക്കുമല്ലോ ചെറുപ്പക്കാരാ. ആരാടാ മോനെ നിന്റെ ജനാസ ചുമക്കണ്ടതാരാട്? നിന്റെ ജനാസ ചുമക്കണ്ടതാരാട്? പടച്ചവനെ, നീ സാധാരണ ഒരാളല്ലല്ലോ. കുടിയനല്ല, വിചരിക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല. പിന്നെ നിന്റെ ജനാസ ആരാടാ ചുമക്കേണ്ടത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരെ, സ്നേഹിക്കുന്നവരെ, ഓതാൻ തീരുമാനിച്ചവരെ, നിന്റെ ജനാസ ചുമക്കുന്നതാരാ? കാരാളികോണം പള്ളിയൊന്നും തികയില്ലടോ, ഫൗണ്ടേഷനൊന്നും തികയില്ലടോ. ഈ നാട് മുഴുവനും നിറയുമല്ലോ. ഇരിക്കുന്ന ചിലരുടെ ജനാസ കൊണ്ടുവെക്കുമ്പോ അള്ളാന്റെ പള്ളിയും പരിസരവും നിറയുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും മഗ്രിബ് കഴിഞ്ഞ് സീരിയൽ കണ്ട് ആസ്വദിക്കുമ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്തിരുന്ന് വാക്കിയ ഓതിയ ഉമ്മ, റഹ്മാൻ ഓതിയ ഉമ്മ, സജദ ഓതിയ ഉമ്മ, അല്ലാഹുവിന്റെ ഖുർആൻ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചു ചുംബനം കൊടുത്ത ഉമ്മ, നിന്റെ ജനാസ കൊണ്ടുവന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരില്ല, പ്രസിഡന്റ് വരില്ല, കേന്ദ്രമന്ത്രിമാര് വരില്ല, സാക്ഷാൽ സൗദിയുടെ ഭരണാധികാരി വരില്ല. പിന്നെ ആര് വരുമെന്നറിയോ? പിന്നെ ആര് വരുമെന്നറിയോ? ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. കാരാളികോണത്തേക്ക് ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാ. നിന്റെ ജനാസ ചുമക്കാൻ, നിന്റെ ജനാസ ചുമക്കാൻ. പടച്ചവനെ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാ. കാരാളികോണം മുഴുവനും നിറയുകയാ. പടച്ചവനെ, അതിനല്ലേ മരണമെന്ന് പറയുന്നത്? ഇതിനാണോ മരണമെന്ന് പറയുന്നത്? മരിച്ചാൽ ഇങ്ങനെയാ മരിക്കേണ്ടത്, മരിച്ചാൽ ഇങ്ങനെയാ മരിക്കേണ്ടത്. സിറാജ് വെറുതെ പറഞ്ഞതല്ല, തെളിവ് വേണോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. പടച്ച റബ്ബേ 30ാമത്തെ വയസ്സിലെ മുസ്ലിമായി, 30ാമത്തെ വയസ്സിലെ മുസ്ലിമായി, 36ാമത്തെ വയസ്സിലെ മരണപ്പെട്ടു. 60 കൊല്ലം ജീവിച്ചില്ല. പാപ്പാ നിന്നെ പോലെ 50 കൊല്ലം ജീവിച്ചില്ല. 6 കൊല്ലമേ ജീവിച്ചുള്ളൂ, 6 വർഷമേ ജീവിച്ചുള്ളൂ. പക്ഷേ ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം കുലുങ്ങുകയാ. അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കണ്ടവർ കുതിക്കുകയാണ്. എന്തൊരു പ്രകാശമാ പടച്ചവര്, എന്തൊരു പുതുചിരിയാ പടച്ചവര്, എന്റെ പ്രിയപ്പെട്ടവര്. അല്ലാഹുവേ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ. അല്ലാഹ് സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ മയ്യത്ത് കട്ടിലിന്റെ മുകളിലേക്ക് എടുത്തു വെച്ചു. അവിടുന്ന് ചുമക്കുമ്പോ സഹാബത്ത് പറയുകയാ, മയ്യത്തിന് ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. അല്ലാഹുവേ സഹാബികൾ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്ന തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. ജനാസ കൊണ്ടുപോകുമ്പോ നബിതങ്ങൾക്ക് സ്ഥലമില്ല, നബിതങ്ങൾക്ക് നടക്കാൻ സ്ഥലമില്ല. നബി അവിടുന്ന് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. പടച്ച റബ്ബേ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, മുത്തി നബിയേ എന്തേ നബിയേ തള്ളവിരൽ കുത്തിയിട്ട് നടക്കുന്നത് എന്തേ നബിയേ? സലമില്ല സ്വഹാബ, സലമില്ല സ്വഹാബ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാണ്. എനിക്ക് സ്ഥലമില്ല നടക്കാറ്, എനിക്ക് സ്ഥലമില്ല നടക്കാറ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്ന് തള്ളവിരൽ കുത്തിയിട്ട് നടന്നു പോവുകയാ. പ്രതിഫലം കേൾക്കണോ പെങ്ങള്, പ്രതിഫലം കേൾക്കണോ പെങ്ങള്. പടച്ചവനെ കാരാളികോണം പള്ളിയിൽ കബർ കുടിക്കുന്നവനെ നിങ്ങൾക്കറിയുമല്ലോ. ആരാ കബർ കുടിക്കുന്നതെന്നറിയുമല്ലോ. ആ മനുഷ്യനോട് നാളെ രാവിലെ നീ കാണുമ്പോ അദ്ദേഹത്തോട് ചോദിക്കുവല്ല അടയാളവും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കബർ കുടിച്ചപ്പോ വല്ല അനുഭവവും ഉണ്ടായിട്ടുണ്ടോ? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു സഅദ് നിങ്ങൾക്ക് വേണ്ടി കബർ കുടിക്കുകയാ. അവിടുന്ന് കബർ കുടിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. കബർ കുടിക്കുന്നവൻ പോലും കൊതിക്കുകയാണ്. ആ മനുഷ്യൻ പോലും അവിടെ അത്ഭുതപ്പെടുകയാണ്. കാരാളികോളത്തുള്ളവര് പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരുപാട് മക്കളുള്ള നാടല്ലേ, അഫ്ലീങ്ങളുള്ള നാടല്ലേ. പടച്ചവരെ എത്ര വലിയ ഭാഗ്യവാന്മാരാ. കാരാളികോണം പള്ളിയില് ഒരു ജനാസ കൊണ്ടുവച്ച ഒരുപാട് ഹാഫിളീങ്ങളുടെ ദുആയുണ്ടല്ലോ, ഒരുപാട് ഹാഫിളീങ്ങൾ നിസ്കരിക്കുമല്ലോ. എത്ര വലിയ ഭാഗ്യം ചെയ്തവരാണോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ കബർ കുടിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് വല്ലാത്ത പരിമളമാ. കബർ കുടിച്ചു അവസാനം വൃത്തിയാക്കുമല്ലോ, മണ്ണൊക്കെ തുടയ്ക്കുമല്ലോ. അവസാനം ആറടി മണ്ണിന്റെ അടിയിൽ നിന്ന് ആ കബർ കുടിക്കുന്ന മനുഷ്യൻ ഒരു പിടി മണ്ണ് വാരിയെടുക്കുകയാ. ആരും കാണാതെ തന്റെ മടിയിലേക്ക് വെക്കുകയാ. കബറെല്ലാം അടക്കി വീട്ടിലേക്ക് ചെല്ലുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിലെ മണ്ണുണ്ടല്ലോ, കസ്തൂരിയെ പോലെ വല്ലാത്ത സുഗന്ധമാ. വീട് മുഴുവനും സുഗന്ധമാണ്, വീട് മുഴുവനും സുഗന്ധമാണ്. റബ്ബേ ആ
ഖബർ കുടിച്ച മനുഷ്യന് സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാ. അവിടുന്ന് സ്വപ്നം കണ്ടപ്പോ അവിടുന്ന് ചോദിക്കുന്നു, സഅദേ എങ്ങനെയാ മോനെ നിനക്കല്ല ഈ പ്രതിഫലം തന്നത്? എങ്ങനെയാണ്? ഈ മരിച്ചപ്പോ റബ്ബിന്റെ അർശ് കുലുങ്ങിയല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, ജനാസയ്ക്ക് ഭാരമില്ലായിരുന്നല്ലോ, മലക്കുകൾ ഇറങ്ങി വന്നല്ലോ, മണ്ണിന് പോലെ സുഗന്ധമായിരുന്നല്ലോ. എന്ത് നന്മയാ ചെയ്തത്, എന്ത് നന്മയാ ചെയ്തത്? എനിക്കൊന്ന് പറഞ്ഞതാ സഅദേ, ഞാനല്ലേ നിനക്ക് ഖബർ കുടിച്ചു തന്നത്? ആ സമയത്ത് സഅദ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പുണ്ടല്ലോ, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ഉമ്മമാരെ, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ഉമ്മമാര്, സഅദ് തങ്ങൾ പറയുകയാ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പ്, ഞാൻ അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിനെ ഞാൻ പാരായണം ചെയ്യുമായിരുന്നു. ഈ രണ്ട് നന്മകൾക്ക് പകരമായിട്ടാണ് അല്ലാഹു എനിക്ക് ഈ പ്രതിഫലം തന്നതെന്ന് സഅദ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഇത് വെറുതെയല്ല. അല്ലാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചാൽ, ആ ഖുർആനിനെ പാരായണം ചെയ്താൽ, അതിന് ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലമാണ് അഞ്ചെണ്ണമാണ്. ഒന്ന് നല്ല മരണം, രണ്ട് മുഖത്ത് പ്രകാശം, മൂന്ന് ജനാസ ചുമക്കാൻ മലക്കുകൾ വരും. അല്ലാഹുവേ, നാല് ഖബറിലെ മണ്ണിന് പോലെ സുഗന്ധമാ. അഞ്ച് ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവേ, ആ സ്വർഗം നിങ്ങൾക്ക് നൽകണേ അല്ലാ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഖുർആനിനെ പരിഗണിച്ചോ, ആയത്തുകളെ പരിഗണിച്ചോ. ഒന്നാമത്തെ ശിക്ഷ എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളെ അവഗണിക്കുന്നവര് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, വൈന തദൂഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ. രണ്ട്, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. രണ്ടാമത്തെ ശിക്ഷ. മൂന്ന്, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ വൻകാ ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى.